മോഹൻലാലിനെതിരെ നടി ശാന്തി വില്യൻസ് നടത്തിയ വിമർശനം വലിയ വാർത്തയായി മാറിയിരുന്നു. അന്തരിച്ച ഭർത്താവ് വില്യൻസിന് മോഹൻലാലുമായി വലിയ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം മരിച്ചപ്പോൾ മോഹൻലാൽ വന്നില്ലെന്ന് ശാന്തി വില്യൻസ് തുറന്നു പറഞ്ഞു. വിഷയത്തിൽ ജോമോൻ പുത്തരിക്കൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. 20-ാം നൂറ്റാണ്ട്, രാജാവിൻ്റെ മകൻ തുടങ്ങിയ സിനിമകളുടെ സംവിധായകരായിരുന്ന തമ്മി കണ്ണന്താനം മരിച്ചപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ സംവിധായകൻ തമ്മി കണ്ണന്താനം ആയിരുന്നു. എന്നിട്ടും തമ്മി കണ്ണന്താനം മരിച്ചപ്പോൾ മോഹൻലാൽ വന്നതേയില്ലേ? അന്നേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കുറിച്ചു. ക്യാമറ വില്യൻസിനെ എനിക്ക് നേരിട്ട് അറിയാമുള്ളതും പരിചയപ്പെട്ടതും എന്നായിരുന്നു ജോമോൻ പുത്തക്കലിൻ്റെ കുറിപ്പ്. ഞാൻ ഇതിനെതിരെയാണ് സംസാരിക്കുന്നത്. സഹപ്രവർത്തകൻ മരിക്കുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും വരാത്തതിൽ മാത്രമാണ് എല്ലാവർക്കും, അതായത് നാട്ടുകാർക്ക്, ദുഃഖവും ദേഷ്യവും സങ്കടമുള്ളത്. അവർക്കെന്താ കൊമ്പുണ്ട് എന്ന് ഞാൻ ചോദിക്കും. കണ്ണന്താനം നിർമ്മിച്ച കടലോരക്കാറ്റ് എന്ന ദയനീയമായി പൊളിഞ്ഞുപോയ സിനിമയിലെ നായകനായിരുന്നു സുരേഷ് ഗോപി. അയാൾ പൊതുപ്രവർത്തകന് കൂടിയല്ലേ? അന്വേഷിച്ചു പോകേണ്ടതല്ലേ? എന്താണ് നിങ്ങൾ സുരേഷ് ഗോപിയുടെ പേര് പറയാത്തത്? സുരേഷ് ഗോപിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ഒരാളും പറയില്ല. വില്യൻസ് ക്യാമറ വെച്ച് എത്രയോ സിനിമകൾ സുരേഷ് ഗോപിയെ നായകനാക്കി നിന്നിട്ടുണ്ട്. സുരേഷ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ശാന്തി വില്യംസ് പറയാത്തതെന്താണെന്നും ഞാൻ ചോദിക്കുന്നു. അതേസമയം വില്യൻസ് മരിച്ചപ്പോൾ സുരേഷ് ഗോപിയും കലാഭവൻ മണിയും വന്നെന്നും കുറച്ച് കാശ് തന്നെന്നും ശാന്തി വില്യൻസ് നേരത്തെ പറഞ്ഞിരുന്നു. വില്യൻസിനെക്കുറിച്ച് മോശമായി ശാന്തി വില്യൻസ് സംസാരിക്കാറുണ്ടെന്നും പറയുന്നു. വില്യൻസിനെ ശാന്തി വിളിക്കുന്നത് കുരങ്ങൻ എന്നായിരുന്നു. കാരണം അയാൾക്ക് സൗന്ദര്യമില്ലായിരുന്നു. ഇവരാണെങ്കിൽ സൗന്ദര്യറാണിയും. വീട്ടിൽ വന്നപ്പോൾ കപ്പയും മീൻകറിയും മോഹൻലാൽ കഴിച്ചത് പട്ടിണി ആയതുകൊണ്ടല്ല, ശാന്തി ചേച്ചി വെക്കുന്ന ഭക്ഷണം വെക്കാം എന്ന് കൊതിച്ചിട്ടാകും. ഇനി അക്കാര്യം വിളിച്ച് പറഞ്ഞ് സ്വയം ചെറുതാകണ്ട. തിരുനോട്ടം എന്ന സിനിമയുടെ ചർച്ചക്കാലത്തും ഷൂട്ടിംഗ് നടക്കുമ്പോഴും മോഹൻലാൽ ഉൾപ്പെടെ വെച്ച് വിളമ്പിയ സുരേഷ് കുമാറിൻ്റെ അമ്മ എന്തൊക്കെ പരാതി പറഞ്ഞെന്നും എന്നും ചോദിക്കുന്നു ഞാൻ. സുരേഷിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ലാലോ മമ്മൂട്ടിയോ വന്നോ എന്ന് എനിക്ക് സംശയമാണ്. ആരെങ്കിലും ഈ നേരം വരെ അതിൻ്റെ പേരിൽ പരാതി പറഞ്ഞെന്നും ഞാൻ കേട്ടിട്ടില്ല. സമയമുള്ളവർ, ഓർക്കുന്നവർ, നല്ല മനസ്സുള്ളവർ വരട്ടെ. വന്നില്ലെങ്കിൽ പറഞ്ഞ് പരാതിപ്പെടാനോ പരാതിപ്പെടാനോ പറയലില്ല. വില്യൻസ് മരിച്ച ശേഷം മോഹൻലാൽ തൻ്റെ കുടുംബത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് ശാന്തി വില്യൻസ് പറയുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ലാലു നമ്മുടെ കുടുംബം നോക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മോഹൻലാൽ ആരാണ് നമ്മുടെ കുടുംബം നോക്കാൻ എന്ന് ഞാനും ചോദിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്വത്തൊക്കെ വിറ്റുപോയി, വീട് പോയി, കാറ് പോയി. ഒരാൾ പറ്റിച്ചാണ്. അതോടെ കഷ്ടകാലം തുടങ്ങി. പിന്നെ വർക്കില്ലാതായി.